അധഃപതനവും തകർച്ചയും മൂല്യച്യുതിയും മനുഷ്യ സമൂഹത്തെ വല്ലാതെ ബാധിച്ചു കൊണ്ടിരിക്കുന്നു. ആത്മീകർ എന്ന് കരുതുന്നവർ തകർന്നും പരാജയപ്പെട്ടും ക്ഷീണിച്ചും പിന്മാറിയും നശിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മീകമാകുന്ന മൂല്യവും ദൈവിക ബോധവും അനേകരിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിൻ്റെ നടുവിൽ ഒരുവനൊരു ദൈവഭക്തനായി ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ ഒരുവൻ്റെ മേൽ വരേണ്ടിയിരിക്കുന്നു. 1 ശമൂവേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം 6-ാം വാക്യവും 9-ാം വാക്യവും, യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിൻ്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ ആകുകയും ചെയ്യും. ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. അതെ, നമ്മുടെ ജീവിതത്തിൽ പരിശോധനകളുടെ മുമ്പിൽ, പ്രതിസന്ധികളുടെ മുമ്പിൽ, കഷ്ടങ്ങളുടെ മുമ്പിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾക്ക് യഹോവയുടെ ആത്മാവിൻ്റെ സാന്നിധ്യവും ശക്തിയും ആവശ്യമാണ്. 2, ദൈവം നമ്മളെ സെപ്പറേറ്റായി പണിതെടുക്കണം. ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ്: വേറൊരു ഹൃദയം ദൈവം അവന് കൊടുത്തു. അതെ, നമ്മളുടെ തകർച്ചകളെ മാറ്റുവാൻ, പ്രശ്നങ്ങളെ മാറ്റുവാൻ, മൂല്യച്യുതികളെ മാറ്റുവാൻ ദൈവം നമ്മെ പണിതെടുക്കേണ്ടിയിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി ഒരുങ്ങുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്ന, വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, നമ്മൾ ആൾ മാറിയതുപോലെ ആകുവാൻ, 2, ഒരു പുതിയ ഹൃദയം നമുക്ക് ദൈവം നൽകിത്തരുവാൻ നാം ദൈവസന്നിധിയിൽ ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടുന്നത് ആവശ്യമാണ്. സങ്കീർത്തനം 51:10, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. അതെ, ദൈവം നമ്മളിൽ ചില സൃഷ്ടിപ്പുകൾ നടത്തേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, നമ്മളുടെ ജീവിതത്തിൽ ചിലത് സ്ഥിരത, സന്തുലിതാവസ്ഥ, ദൈവിക ബോധം ഇവ നിലനിർത്തേണ്ടിയിരിക്കുന്നു. പിന്നെയും യെഹെസ്കേൽ പ്രവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, 36-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. കല്ലായ ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായ ഒരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. ഇത് പ്രാപിപ്പാൻ നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.